ജൂലൈ 20 രാവിലെ 8 മണിക്ക് CJP ജന്തർ മന്ദറിൽ ഒത്തുകൂടിയപ്പോൾ കല്ലുകൾ നിറച്ച ഒരു ഡംബർ ഡക്കർ പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷാ വലയം മറികടന്ന് ഈ ട്രക്ക് എങ്ങനെ ഇവിടെ എത്തിയെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഒരു വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ചോദ്യമുയർത്തി. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന ഈ ട്രക്ക് എവിടെ നിന്ന് വന്നു? നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂലൈ 20 CJP പാർലമെന്റിലേക്ക് പ്രഖ്യാപിച്ച ചലോ സെൻസസ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് വിവാദങ്ങൾക്കാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. സമരസ്ഥലമായ ജന്തർ മന്ദറിന് സമീപം കല്ലുകളും ഇഷ്ടികകളും നിറഞ്ഞ ഒരു വലിയ ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് പ്രതിഷേധക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കടുത്ത സുരക്ഷയുള്ള ഈ മേഖലയിൽ ഇത്തരമൊരു വാഹനം എങ്ങനെ എത്തിയെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സമാധാനപരമായ പ്രതിഷേധത്തെ അക്രമാസക്തമാക്കാനും സമരക്കാരെ കല്ലേറുകാരായി മുദ്ര കുത്താനും അധികാരികൾ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണിത് എന്ന ആരോപണം ഇതോടെ ശക്തമായി. സമരത്തെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പിന്നീട് ഇതേ ട്രക്ക് യൂത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിലും കാണപ്പെട്ടു. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ലോണ്ടറി ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇത് അനാഥമായി കിടന്ന ഒരു ട്രക്കല്ല. ജൂലൈ 16 പുലർച്ചെ 4:15 ഫിറോസ് ഷാ റോഡ് കസ്തൂർബ ഗാന്ധി മാർഗ് ജംഗ്ഷനിൽ മാരുതി ഈക്കോ വാനുമായി കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റ അപകടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അതേ വാഹനമാണിത്. ട്രക്ക് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ മൽഖാന എന്ന വിഭാഗത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു. മൽഖാന എന്നത് ആയുധങ്ങൾ, പണം, പിടിച്ചെടുത്ത വസ്തുക്കൾ, കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്നിവ സൂക്ഷിക്കുന്ന പോലീസ് വിഭാഗമാണ്. ഒരാഴ്ചക്കിടെ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഈ ട്രക്ക് കുറഞ്ഞത് 4 തവണയെങ്കിലും വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തേക്ക്, തുടർന്ന് ബൽസോയിലേക്ക് കൊണ്ടുപോയി കല്ലുകൾ ഒഴിപ്പിച്ചു. പിന്നീട് റൈസീന റോഡിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ പാതയോരത്ത് പാർക്ക് ചെയ്തു. അതിനുശേഷം അത് എവിടെയെന്നത് വ്യക്തമല്ല. ഒരേ പോലീസ് സ്റ്റേഷനിലെ വിവിധ ഉദ്യോഗസ്ഥർ നൽകിയ മറുപടികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് വീണ്ടും സംശയങ്ങൾക്കിടയായി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ട്രക്ക് മൽഖാനയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ്. എന്നാൽ പാർലമെന്റ് സ്ട്രീറ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞത് ജൂലൈ 19 തന്നെ ട്രക്ക് ഒഴിവാക്കിയിരുന്നതായും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പഴയ വീഡിയോ ആണെന്നുമാണ്. എന്നാൽ ന്യൂഡൽഹി DCP സച്ചിൻ ശർമ്മ ഈ വൈരുദ്ധ്യങ്ങളെ നിഷേധിക്കുകയും പോലീസിന്റെ വിശദീകരണം വസ്തുതാപരമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജൂലൈ 20, 21 തീയതികളിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ചിലയിടങ്ങളിൽ കല്ലേറും സംഘർഷവും ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിരവധി സുരക്ഷാ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും സർക്കാർ വാഹനങ്ങൾ തകരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം വലിയ ചർച്ചയായത്. മുൻകാലങ്ങളിൽ ഡൽഹിയിലുണ്ടായ പല കലാപങ്ങളിലും കെട്ടിടങ്ങളുടെ മുകളിലും മറ്റുമായി ആസൂത്രിതമായി കല്ലുകൾ ശേഖരിച്ചു വെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് കല്ലുകൾ എത്തിയത് തികച്ചും ഗൗരവത്തോടെയാണ് ജനങ്ങൾ വീക്ഷിച്ചത്. അതേസമയം ജൂലൈ 16 അപകടത്തിൽപ്പെട്ട ഈക്കോ വാനും പോലീസ് അവിടെ നിന്ന് മാറ്റിയതായി വിവരമുണ്ട്. പ്രതിഷേധക്കാർ വാൻ തകർത്തു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് എങ്കിലും ജൂലൈ 16 അപകടത്തിലാണ് വാൻ തകർന്നതെന്ന് FIR വ്യക്തമാക്കുന്നു. വാഹനം നിലവിൽ കാളിബാരി മാർഗിലെ ട്രാഫിക് പിറ്റിലുണ്ടെന്നാണ് മൽഖാന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് എങ്കിലും ന്യൂസ് ലോണ്ടറി സംഘം അവിടെ നേരിട്ടെത്തിയപ്പോൾ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല. കല്ലു നിറച്ച ട്രക്ക് എങ്ങനെ പ്രതിഷേധ സ്ഥലത്ത് എത്തിയെന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്.